ഹലോ ഗെയ്സ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അധ്യാപകൻ നേരിട്ട ഒരു വലിയ അനീതിയാണ്. അതിനെ ഒത്താശ നൽകിയതായിട്ട് CPM SFIയും കൂടെ. 2014 ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. അതിനിപ്പോഴാണ് കോടതി വെറുതെ വിടുന്നത്. ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേ. കോപ്പിയടി പിടികൂടിയതിന് വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകി. എന്നിട്ട് അധ്യാപകനെ ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം കോടതി വെറുതെ വിട്ടിരിക്കുക. ഇടുക്കിയിലെ മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. 2014 കേസിനാസ്പദമായി സംഭവം ഉണ്ടായത്. 5/9/2014 അന്ന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് അവസാനത്തെ മിനിറ്റാണ് ഞാൻ കാലിനകത്ത് കയറുന്ന വ്യാപകമായിട്ടൊരു കോപ്പിയടി. ഞാൻ കോപ്പിയടി ഡിറ്റക്ട് ചെയ്യും, അത് പിടിച്ച് അപ്പം തന്നെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 16-ാം തീയതിയാണ് അറിയുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. അപ്പോൾ A to Z വരെ തീരുമാനിച്ചത് CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവരുടെ അനുകൂല സംഘടനകളായ AKGC ടീം SFIക്കാരന്മാരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണിത്. അപ്പോൾ എല്ലാ തരത്തിലും എന്നെ അവർ പോയിന്റ് ഔട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും മുൻപൊന്നും ചെയ്യാൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ സെക്സ്വൽ ഹറാസ്മെൻറ്റ് കേസ്. എന്ത് നീതി, എന്ത് ആദർശം, എന്ത് തുല്യത, എന്ത് സാഹോദര്യം, എന്ത് മനുഷ്യസ്നേഹം, ഇതൊക്കെ വെറും പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിപ്പോയി നമ്മുടെ ഈ സമൂഹത്തിൽ. ആർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒന്നായിപ്പോയി ഈ ഒരു പീഡനം. ഏതൊരു വ്യക്തിയും തകർക്കാൻ വേണ്ടി ഈ ഒരു ആയുധം പ്രയോഗിച്ചാൽ മാത്രം മതി. പിന്നെ നാട്ടുകാരും അവർക്കെതിരെ, വീട്ടുകാർ അവർക്കെതിരെ, എന്താ പറയാ, മീഡിയ മൊത്തത്തില് പബ്ലിഷ് ചെയ്ത് ആ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർത്തി നശിപ്പിച്ച് അങ്ങ് വിടും. സിമ്പിള്, എന്നെ പീഡിപ്പിച്ചു. ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഒരു മൂന്നാർ കോളേജിൽ നടന്നൊരു സംഭവമാണ് 2014. ഇപ്പോഴാണ് അതിന് എന്താ പറയാ വെറുതെ വിടുന്നത് കോടതി. ഇത്ര വർഷം പോയി നോക്കി നോക്കും ഒരു മനുഷ്യന്റെ. ആ പിള്ളേരൊക്കെ ഇപ്പം പൊടിയും തട്ടി പോയി കാണും. എന്നിട്ട് ആ പിള്ളേർ പറയാണ് ഈ പരാതി കൊടുത്തതും ഇതൊക്കെ ഫുൾ റെഡിയാക്കിയതും എല്ലാം സപ്പോർട്ട് ചെയ്ത് CPM ഓഫീസിൽ വെച്ചിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കിയത്. SFI ഒക്കെ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെന്ന്. ഒരു പാർട്ടി ഒരു അധ്യാപകനെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ്റെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണ്. അത് നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി. ഈ ഒരു കാര്യം സംഭവമേ നടന്നിട്ടില്ല, ഫേക്കായിട്ട് കെട്ടിച്ചമച്ച് അങ്ങ് ചെയ്യുകയാണ്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവസ്ഥ ആ പിള്ളേർ മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇവരും കൂടെ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞപ്പം ഒന്നും പറയാനില്ലടേ. നമ്മുടെ നാടിതിപ്പോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? പിള്ളേർ പരീക്ഷയിൽ എഴുതി കോപ്പി അടിച്ചു, അത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിനകത്ത് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്തു. അതിനെതിരെ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഈ CPM ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. SFI ആണ് ഇതിനെയൊക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇതിനകത്തുള്ളവരൊക്കെ അല്ലേ ഇവരെയൊക്കെ തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി വിടേണ്ടത്. ഇവരുടെ താളത്തിന് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര വർഷം ആ ഒരു മനുഷ്യൻ അനുഭവിച്ച അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ ആർക്കെതിരെയും പ്രയോഗിക്കാന്നുള്ള ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താ പറയാ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സത്യം പറഞ്ഞ. ഇന്ന് അദ്ദേഹം മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന സമയത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളും ആയിപ്പോവും. നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിൽ അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വന്ന പാടെ നിങ്ങൾക്ക് അറിയാലോ, മീഡിയയിൽ ഫുള്ള് റൈസായി. പിന്നെ അതിന്റെ എത്രാം ക്ലാസ് തൊട്ട് 1 മുതൽ പഠിച്ചത് ഇത്രയും വരെ പഠിച്ച സ്കൂൾ വരെ, ടീച്ചർ വരെ എന്ത് ജോലി ചെയ്യുന്നു, ജാതകം വരെ എടുത്തിട്ട് മീഡിയയിൽ കാണിക്കും. പക്ഷെ ഇത് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും ഒരു റീച്ചും കാര്യങ്ങളൊന്നും വരത്തില്ല. ജസ്റ്റ് ഒരു ദിവസത്തെ ഒരു ഹെഡ്ലൈനിലും വല്ലതും മാറും. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല, പിന്നീട് ഒരാഴ്ച മൊത്തം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവമായിരിക്കും. അദ്ദേഹം ചായ കുടിച്ച് ഇറങ്ങുന്നു, കുറ്റവാളി ഇന്ന് ചെയ്തു, ഇങ്ങനെ പിറകെ നടക്കും. നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടികളും തിരിഞ്ഞു നോക്കൂല അതിനകത്തോട്ട്. പിന്നെ ഓരോരുത്തരായിട്ട് നമ്മളെ തന്നെ പോയി പറയണം. കോടതിയുടെ പേപ്പറും കയ്യിൽ വെച്ചോണ്ട് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നെഞ്ചത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നടക്കണം. ഒരു 360 ഡിഗ്രി ക്യാമറയും കൂടെ ഫിറ്റ് ചെയ്ത് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും. ഇതൊക്കെ ആർക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധമായിട്ട് മാറിപ്പോയി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാൻ പറ്റും? ഇത്രയും അലിഗേഷൻ കൊടുത്ത ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പൊടിയും തട്ടി സൂചിച്ച് നിൽക്കുകയല്ലേ. ഇങ്ങനെ ഒരു കേസിൽ വന്ന് അയാൾ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ ഇങ്ങനെ ഫേക്ക് കൊടുത്തവർക്കെതിരെ സ്വമേധയെ കേസെടുത്ത് അവരെ എന്താ പറയാ ജയിലിൽ അടയ്ക്കണം. അതല്ലേ വേണ്ടത്. അങ്ങനെ നടപടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യം പിന്നെ അങ്ങോട്ടും പതുക്കെ അങ്ങ് നിലച്ചു പൊക്കോളും. കാരണം ഒരു പേടി വരും. ഇതിപ്പം പേടിയൊന്നുമില്ല. ഇതിപ്പം ഒരാളെ കണ്ടു, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം, അയാൾ പിന്നെ അങ്ങനെ അനുഭവിച്ചോളും. ഏറ്റവും അവസാനം നിരപരാധിയാണെന്ന് തെളിയുമ്പം ഇപ്പുറത്തെ മറുവശം ആ ഇരയുണ്ടല്ലോ, അല്ലെങ്കിൽ അതിജീവിതക്കള്, അവരൊക്കെ പൊടിയും തട്ടി പോവുകയും ചെയ്യും. അവിടെ കേസ് അങ്ങ് ക്ലോസ് ആവും. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഇവർക്കെതിരെയൊക്കെ.
ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള എന്താ പറയുക നിയമ നടപടികൾ വന്നാൽ മാത്രം ഈ ഒരു കാര്യത്തിനകത്ത് ചേഞ്ച് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നും നടക്കൂല, ഒന്നും മാറാനും പോകുന്നില്ല ഈ ഒരു കാര്യം. ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടി ആഘോഷിച്ച് നടക്കും. നിരപരാധി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊട്ടലും ഇല്ല, ആഘോഷങ്ങളും ഇല്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമൂഹം ഇങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെതിരെയും ഈ ഒരു കാര്യം കൊണ്ട് വിരൽ ചൂണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു കേസായിപ്പോയി ഈ ഒരു സംഭവം. ഇപ്പം റിയലായിട്ട് നടക്കുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നു ഇപ്പം കൂടുതൽ നടക്കുന്നത് വ്യാജ കേസുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായെന്ന് നോക്കി നോക്കണം ഈ ഒരു സംഭവം വന്നത്. ഇപ്പോഴും 11 വർഷത്തിന് ശേഷം ഇതുപോലത്തെ ഒരു സെയിം കേസ് ഒരാളുടെ ജീവിതത്തിൽ ഒരു 22 വയസ്സിലോ അല്ലെങ്കിൽ 18 വയസ്സിലോ 20 വയസ്സിലോ 24 വയസ്സിലോ ആണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു കേസൊക്കെ നടന്ന് ഏറ്റവും അവസാനം വിധി വരുന്നത് 10-12 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പോൾ തന്നെ 10-35 വയസ്സാവും. ജീവിതത്തിന്റെ നല്ല ഏറിയ പങ്കും പോകും. ഈ നാട്ടുകാർ, വീട്ടുകാർ, ജോലി ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ നശിച്ച് ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകും ഇങ്ങനത്തെ ഒരു കേസുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് മാത്രമേ അറിയാവൂ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ കൂട്ടം കൂടി എല്ലാ രേഖകളും ഫേക്കായിട്ട് കെട്ടിച്ചമച്ച് അങ്ങ് അലിഗേഷൻ അങ്ങ് വിടും. അയാൾക്കൊരു നിസ്സഹായനെ പോലെ അങ്ങ് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ചിലവർക്കൊക്കെ ലക്ക് കാണും, അവരിതുപോലെ ചിലവർ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് രക്ഷപ്പെടും. അല്ലാത്തവർ നീറി ഇങ്ങനെ ജയിൽ ജീവിതം ജീവിക്കും. ഇതൊക്കെ ഈ ഒരു കേസിലൊക്കെ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസിൽ ഇതുപോലെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാവൂ. റിവെഞ്ചിന്റെ മേല് ഇതുപോലത്തെ അലിഗേഷൻസ് പെട്ട് കഷ്ടകൾ അനുഭവിച്ച് ഇപ്പോഴും ജയിൽ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബം, ജീവിതം. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഇത്. അതും ഇതിന് SFI ഇവരൊക്കെ കൂടി ഒത്താശയും കൂടെ ചെയ്തെന്ന് പറഞ്ഞപ്പം വളരെ മോശമായി കേട്ടോ. എല്ലാം ഇതാണ്. ഇതൊക്കെ വെറും പല കാര്യങ്ങളും പ്രസംഗങ്ങളും ചിന്താബയിലും മാത്രം ഒതുങ്ങിപ്പോവും. മനുഷ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വില കൽപ്പിക്കുന്നില്ല. അവസ്ഥയാണ് കേട്ടോ ഇതൊക്കെ, അവസ്ഥയാണ്. ഒന്നേ പറയാവുള്ളൂ, അധ്യാപകരായാലും അല്ലാത്തവരായാലും നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ നടക്കുക. ഇതൊക്കെ എപ്പോഴാണ് ഏതാണ് വന്ന് നമുക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. മാക്സിമം ഒന്നിൻ്റെ അടുത്തും പോവാതിരിക്കുക, അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒഴിഞ്ഞു നടക്കുക. അല്ലെങ്കിൽ വയ്യാവേലികളൊക്കെ വന്ന് തലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചാൽ അവർക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും വരത്തില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ രക്ഷപ്പെടുത്താനോ. അത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ ഇതുപോലത്തെ കേസുകളിൽ. ഇതിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്. ഈ ഒരു ട്രെൻഡിന് അറുതി വരണമെങ്കിൽ ഇതിനെതിരെ നല്ല രീതിക്കുള്ള നിയമ നടപടികൾ വരണം. അവർക്കെതിരെ ഫേക്കാണെന്ന് തെളിയുന്ന കേസുകളിൽ എല്ലാം മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.